Hi, today's class is on angina. So angina is chest pain. Okay. So what is the reason for this chest pain? This is myocardial ischemia. Ischemia means reduced tissue death because of reduced blood supply. So that is the reason for angina. Angina is chest pain which is resulting from myocardial ischemia, and the reason is decreased myocardial blood supply. Therefore, there is less oxygen supply to the myocardial tissue, and the myocardial tissue death happens. അപ്പോൾ ആൻജൈന എന്ന് പറയുന്നത് മയോകാർഡിയൽ ടിഷ്യൂസിന്റെ ഇസ്കീമിയ കാരണം വരുന്ന ചെസ്റ്റ് പെയിൻ ആണ്. അപ്പൊ അവിടെ ഒരു ഓക്സിജന്റെ സപ്ലൈക്കും ഡിമാൻഡിനും തമ്മിൽ ഒരു ഇംബാലൻസ് നടക്കുന്നു. സോ റീസൺസ് എന്തൊക്കെയാണ് ഈ ആൻജൈന വരാൻ കാരണം? അതിറോസ്ക്ലീറോസിസ് കൊണ്ടാവാം ഈ പറഞ്ഞ ഡിക്രീസ്ഡ് ബ്ലഡ് സപ്ലൈയുടെ റീസൺസ്. ഒന്ന് അതിറോസ്ക്ലീറോട്ടിക് പ്രോസസ്, പിന്നെ കൊറോണറി ആർട്ടറി സ്പാസം. അതും അല്ലെങ്കിൽ മറ്റ് ചില സാഹചര്യങ്ങളിൽ കണ്ടീഷൻസ് വേർ ദ മയോകാർഡിയൽ ഓക്സിജൻ കൺസംഷൻ ഈസ് മോർ. ഇനി എന്തൊക്കെ ടൈപ്പ് ഓഫ് ആൻജൈന ഉണ്ടെന്ന് നമുക്ക് നോക്കാം. ആദ്യത്തേത് സ്റ്റേബിൾ ആൻജൈന അല്ലെങ്കിൽ എക്സേർഷണൽ ആൻജൈന അല്ലെങ്കിൽ ക്ലാസിക് ആൻജൈന എന്ന് പറയും. ദിസ് ഈസ് ദ മോസ്റ്റ് കോമൺ ഫോം ഓഫ് ആൻജൈന ആൻഡ് ഇറ്റ് ഈസ് precipitate ബൈ എക്സേർഷൻ ഓർ ഇമോഷണൽ സ്ട്രെസ്. അപ്പൊ എന്തെങ്കിലും പെട്ടെന്നൊരു ബാഡ് ന്യൂസ് കേൾക്കുകയോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സ്ട്രെസ്സായി അപ്പോൾ പെട്ടെന്ന് തന്നെ ഇത് precipitate ചെയ്യുന്നു. പിന്നെ ഇത് റെസ്റ്റ് കൊണ്ടും നൈട്രോഗ്ലിസറിനും കൊണ്ട് റിലീവ് ആവുന്നു. അപ്പൊ അതാണ് ഈ ആൻജൈനയുടെ ഒരു പ്രത്യേകത. പിന്നെ ഇതിന്റെ പാറ്റേൺ ഓഫ് ഓൺസെറ്റ്, ഡ്യൂറേഷൻ, സിവിയറിറ്റി, റിലീവിംഗ് ഫാക്ടേഴ്സ്, ഇതൊക്കെയും what do you call it? It is all, it's a stable pattern. Okay. That's why it is called a stable angina. Next is unstable angina. So unstable angina means there is അല്ലെങ്കിൽ അതിന്റെ വേറൊരു പേരുണ്ട്, പ്രീ ഇൻഫാക്ഷൻ ആൻജൈന, ക്രസൻഡോ ആൻജൈന എന്നൊക്കെ പറയും. സോ ദിസ് ഇസ് precipitated by unpredictable degree of exertion or emotions or rest, and this increases in occurrence, duration and severity over time. So pain also may not be relieved with nitroglycerin. So this is the characteristic feature of unstable angina. അപ്പോൾ എന്തൊക്കെയാണ് അൺസ്റ്റേബിൾ ആൻജൈനയുടേത്? പ്രീ ഇൻഫാക്ഷൻ ആൻജൈന എന്നും പറയും, ക്രസൻഡോ ആൻജൈന എന്നും പറയും. സോ ദിസ് ഇസ് precipitated by unpredictable degree of exertion or emotions. പിന്നെ അതുപോലെ തന്നെ ഇതിന്റെ സമയം കഴിയുന്തോറും ഇതിന്റെ ഒക്കറൻസ്, ഇതിന്റെ ഡ്യൂറേഷൻ ഒക്കെ കൂടി വരുന്നു. പിന്നെ നൈട്രോഗ്ലിസറിൻ കൊടുത്താലും ഇഫക്റ്റ് ഇല്ല. അതാണ് അൺസ്റ്റേബിൾ ആൻജൈന. പിന്നെ ഉള്ള ടൈപ്പ് എന്താണ്? വേരിയന്റ് ആൻജൈന. വേരിയന്റ് ആൻജൈന എന്ന് പറഞ്ഞാൽ ഇറ്റ് ഇസ് വേറൊരു പേരാണ് പ്രിൻസ് മെറ്റൽ ആൻജൈന അല്ലെങ്കിൽ വാസോസ്പാസ്റ്റിക് ആൻജൈന, അതല്ലെങ്കിൽ നൊക്ടേണൽ ആൻജൈന എന്നും പറയും. സോ ഇത് കൊറോണറി ആർട്ടറി വാസോസ്പാസം ആണ് ഇതിന്റെ കാരണം. ആൻഡ് ഇറ്റ് മേ ഒക്കർ അറ്റ് റെസ്റ്റ് ഓൾസോ, and you can see that there is ST segment elevation in the ECG. And ഇതിന്റെ ട്രീറ്റ്മെന്റ് എന്ന് പറയുന്നത് നൈട്രേറ്റ്സ് ആൻഡ് കാൽഷ്യം ചാനൽ ബ്ലോക്കേഴ്സ്. Then beta blockers are contraindicated here. One point which you have to keep in mind. Next type is intractable angina. എന്ന് പറഞ്ഞാൽ ഏത് മരുന്ന് കൊടുത്താലും എന്തിനും റെസ്പോണ്ട് ചെയ്യാത്ത തരത്തിലുള്ള ആൻജൈന. Then comes post-infarction angina. It occurs after an MI. ഇപ്പോൾ MI നടന്നു കഴിഞ്ഞിട്ട് പിന്നെയും ഒന്നും കൂടി ഒരു റെസിഡ്യുവൽ ഇസ്കീമിയ ഉണ്ടാവുന്നതാണ് പോസ്റ്റ് ഇൻഫാക്ഷൻ ആൻജീന എന്ന് പറയുന്നത്. അപ്പോൾ റെസിഡ്യുവൽ ഇസ്കീമിയ കാരണം വരുന്ന പിന്നെ വരുന്ന ചെസ്റ്റ് പെയിൻ. Then angina decubitus is associated with cardiac
failure. So when the patient lies down, എന്ത് പറ്റും, ഈ ബോഡിയുടെ മറ്റു സ്ഥലങ്ങളിലുള്ള ഫ്ലൂയിഡ് എല്ലാം റീഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് വെൻട്രിക്കിളിലേക്ക് പോകും. എന്ന് വെച്ചാൽ വെൻട്രിക്കിളിന്റെ ലോഡ് കൂടുകയാണ്. അപ്പം this forces the heart to work harder and gives chest pain. Next is so ഇത്രയും നേരം ആൻജൈന പറഞ്ഞു. ഇനി അടുത്തത് നമുക്ക് പഠിക്കാനുള്ളത് acute coronary syndrome or we acute coronary syndrome. One aspect is angina. So acute coronary syndrome എന്ന് പറയുന്നത് ഒരു coronary artery disease-നെ മൊത്തത്തിൽ നമ്മൾ വിളിക്കുന്ന ഒരു പേരാണ്. അപ്പൊ അതിൻ്റെ അകത്തുള്ള ഒരു കാര്യമാണ് നമ്മളിപ്പോൾ പഠിച്ചത് ആൻജൈന. ഇനി അടുത്തത് എം ഐനെ തന്നെ നമ്മൾ മയോകാർഡിയൽ ഇൻഫാക്ഷനെ നമുക്ക് രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യാം, സ്റ്റെമി ആൻഡ് നോൺ സ്റ്റെമി ഓർ നോൺ എസ് ടി സെഗ്മെന്റ് എലിവേഷൻ എം ഐ ആൻഡ് എസ് ടി സെഗ്മെന്റ് എലിവേഷൻ എം ഐ. ഓക്കെ, സോ അക്യൂട്ട് കൊറോണറി സിൻഡ്രോം എന്ന് വെച്ചാൽ എന്താണ്? അതൊരു കൊറോണറി ആർട്ടറി ഡിസീസ് ആണ്. നമ്മുടെ കൊറോണറി ആർട്ടറിയിലുള്ള പ്ലാക്ക് സഡൻ ആയിട്ട് റപ്ചർ ആകുമ്പോൾ ഉണ്ടാകുന്നതാണിത്. അപ്പൊ അത് നമ്മൾ ആൻജൈന, അൺസ്റ്റേബിൾ ആൻജൈന തുടക്കം, പിന്നെ ഇറ്റ് ക്യാൻ പ്രോഗ്രസ് ടു എം ഐ. So what happens here is there is atherosclerotic process in the coronary arteries and there will be inflammation and macrophages in the endothelium. എന്നിട്ട് അതിന്റെ പുറത്തൊരു ഫാറ്റി ഡെപ്പോസിറ്റ് ഉണ്ട്, അതിന് അഥെറോമ എന്ന് പറയും. അപ്പൊ ഇതെല്ലാം കൂടി എന്ത് ചെയ്യും? ആർട്ടറീസിന്റെ they become very narrow, arteries become narrow. So atherosclerosis-ൽ ആദ്യം നടക്കുന്നത് ഇൻഫ്ലമേഷൻ ഓഫ് ദി എൻഡോത്തീലിയം, പിന്നെ അതിന്റെ പുറത്തേക്ക് ഫാറ്റി ഡെപ്പോസിറ്റ് ഒക്കെ ആയിട്ട് വന്ന് ആർട്ടറീസ് നാരോ ആയി പോകും. And also because the arteries are narrow, the blood supply to that particular portion of the myocardium is reduced, and so it results in ischemic changes, tissue hypoxia, പിന്നെ അവിടെ anaerobic metabolism നടക്കുന്നു, lactic acid accumulation നടക്കുന്നു, മയോകാർഡിയത്തിന്റെ കൺട്രാക്ടിലിറ്റി കുറയുന്നു, ഔട്ട്പുട്ട് കുറയുന്നു. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ഒരു എം ഐയുടെ മയോകാർഡിയൽ ഇൻഫാക്ഷനിൽ നടക്കുന്ന ചേഞ്ചസ്. അപ്പോൾ ഒന്ന് അതെറോസ്ക്ലെറോട്ടിക് പ്രോസസ്സ് കാരണം ബ്ലഡ് വെസൽസ് നാരോ ആവുന്നു. ആ നാരോഡ് ബ്ലഡ് വെസൽസിൽക്കുള്ള ഡിക്രീസ് ബ്ലഡ് സപ്ലൈ ടു ദ മയോകാർഡിയൽ ടിഷ്യൂ റിസൾട്ടിങ് ഇൻ ഇസ്കെമിക് ചേഞ്ചസ്, സെല്ലുലർ ഹൈപ്പോക്സിയ. അപ്പോൾ മയോകാർഡിയത്തിന് കൺട്രാക്ട് ചെയ്യാൻ പറ്റുന്നില്ല ശരിക്കും. അപ്പോൾ വെൻട്രിക്കുലർ കൺട്രാക്ടിലിറ്റി ഈസ് റെഡ്യൂസ്ഡ് and cardiac output is reduced. പിന്നെ anaerobic metabolism ആയതുകൊണ്ട് തന്നെ lactic acid accumulation ഉണ്ട്. അപ്പോൾ that will induce pain. So location of the MI. അപ്പോൾ നമ്മുടെ LAD അല്ലെങ്കിൽ മേജർ ബ്ലഡ് വെസൽ ലെഫ്റ്റ് ആന്റീരിയർ ഡിസെൻഡിങ് ആർട്ടറി ബ്ലോക്ക് ആയി കഴിഞ്ഞാൽ എവിടെയാണ് MI ഉണ്ടാവുക? ആന്റീരിയർ വാൾ അല്ലെങ്കിൽ സെപ്റ്റൽ വാൾ MI. അപ്പൊ അവിടെ ECG ചേഞ്ചസ് എന്തൊക്കെയാണെന്ന് പഠിച്ചോളാം. ഇത് എങ്ങനെ വേണേലും ചോദിക്കാം. LAD ബ്ലോക്ക് ആയി കഴിഞ്ഞാൽ എവിടെയാണ്, ഏത് തരം MI ആണ് ഉണ്ടാകുന്നത്, അല്ലെങ്കിൽ ഏത് ലീഡ്സിലാണ് ECG ചേഞ്ചസ് വരുന്നത്, എന്ത് ചേഞ്ചസ് ആണ് വരുന്നത്, ഇങ്ങനെയൊക്കെ ചോദ്യങ്ങൾ ചോദിക്കാം. അപ്പോൾ LAD ഒബ്സ്ട്രക്റ്റ് ആയി കഴിഞ്ഞാൽ ആന്റീരിയർ വാൾ MI അല്ലെങ്കിൽ സെപ്റ്റൽ MI ഉണ്ടാവും. അപ്പൊ ഇവിടെ ECG ചേഞ്ചസ് ST എലിവേഷൻ എവിടേക്കാണ് വരുന്നത്? V1 to V4. പിന്നെ സർക്കംഫ്ലെക്സ് ആർട്ടറിയിൽ ഒബ്സ്ട്രക്ഷൻ ആണെങ്കിൽ പോസ്റ്റീരിയർ വാൾ MI അല്ലെങ്കിൽ ലാറ്ററൽ വാൾ MI. അപ്പൊ അവിടെ ലീഡ് 1, V5 ആൻഡ് V6ലാണ് ST എലിവേഷൻ ഉണ്ടാവും. പിന്നെ ഉള്ളത് റൈറ്റ് കൊറോണറി ആർട്ടറി, അത് ബ്ലോക്ക് ആയി കഴിഞ്ഞാൽ ഇൻഫീരിയർ വാൾ MI ആണ് സംഭവിക്കുക. അവിടെ ST സെഗ്മെന്റ് എലിവേഷൻ ഏതൊക്കെ ലീഡ്സിലാണ്? ലീഡ് 2, 3, AVF. ഓക്കെ, ഇനി നമ്മൾ MIയിൽ പറയുമ്പോൾ തന്നെ 2 ടൈപ്പ് ഉണ്ടെന്ന് ആദ്യം തന്നെ ഞാൻ പറഞ്ഞു. നോൺ ST സെഗ്മെന്റ് എലിവേഷൻ MI ആൻഡ് ST സെഗ്മെന്റ് എലിവേഷൻ MI. അപ്പൊ നോൺ ST സെഗ്മെന്റ് എലിവേഷൻ MIയിൽ അവിടെ ST എലിവേഷൻ ഇല്ല, പകരം ST ഡിപ്രഷനും T വേവ് ഇൻവേർഷനും ആണ്. അതുപോലെ കാർഡിയക് മാർക്കേഴ്സ് എലിവേറ്റഡ് ആയിരിക്കും. ഇനി സ്റ്റെമി അല്ലെങ്കിൽ ST എലിവേഷൻ MIയിലാണെങ്കിൽ ST എലിവേഷൻ ഉണ്ട്, T ഇൻവേർഷൻ ഉണ്ട്, Q വേവ് ആണ്. Okay, now coming to the risk factors of MI. എന്തൊക്കെയാണ്? മോഡിഫയബിളും നോൺ മോഡിഫയബിളും. മോഡിഫയബിൾ എന്ന് പറഞ്ഞാൽ നമുക്ക് മാറ്റാൻ സാധിക്കുന്ന തരത്തിലുള്ള എന്തൊക്കെയാ? അത് അഥെറോസ്ക്ലീറോസിസ്, കൊറോണറി ആർട്ടറി ഡിസീസ്,
then cholesterol levels, elevated cholesterol levels, then smoking, alcoholism, hypertension, obesity, physical inactivity, impaired glucose tolerance, and stress. Then modifiable, non-modifiable ആണെങ്കിൽ നമ്മുടെ ഏജ്, സെക്സ്, എത്നിസിറ്റി, ഫാമിലി ഹിസ്റ്ററി, ഇതൊന്നും നമുക്ക് മോഡിഫൈ ചെയ്യാൻ സാധ്യമല്ല.